പ്രശസ്തമായ പുഞ്ചവയൽ ശ്രീ ചെറുവള്ളി ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവവും ശ്രീ ഭദ്രകാളി ദേവി പ്രതിഷ്ഠാദിന മഹോത്സവവും ഫെബ്രുവരി 5 മുതൽ 14 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി താന്ത്രിക കുലപതി ബ്രഹ്മശ്രീ കടിയക്കോൽ കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ദാമോദരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഫെബ്രുവരി 5-ന് തന്ത്രി ബ്രഹ്മശ്രീ കടിയക്കോൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടക്കുന്നതോടെ ഉത്സവത്തിന് തുടക്കമാകും. തിരുവുത്സവത്തിന്റെ ഭാഗമായി വിവിധ ആചാരപരമായ ചടങ്ങുകളും കലാപരിപാടികളും വിവിധ ദിവസങ്ങളിൽ നടക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ശ്രീ ചെറുവള്ളി ദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഫെബ്രുവരി 5 മുതൽ 14 വരെ കൊണ്ടാടുകയാണ്. നാളെ രാവിലെ 10:30 കുടിമര ഘോഷയാത്രയോടു കൂടി ഉത്സവം സമാരംഭം കുറിക്കുകയാണ്. വൈകിട്ട് 6:45 ക്ഷേത്രം തന്ത്രികൾ താന്ത്രിക കുലപതി തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ കടിയക്കോൽ കൃഷ്ണൻ നമ്പൂതിരി അവറുകൾ നിർവഹിക്കുന്നതും ക്ഷേത്രം മേൽശാന്തി ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതുമാണ്. തുടർന്ന് വൈകിട്ട് സ്റ്റേജിൽ ഭക്തിഗാന സുധ അവതരിപ്പിക്കുന്നു. നാമജപലഹരി ശിവനന്ദിനി പത്തനംതിട്ടയുടെയാണ്. രാത്രി 9 മണിക്ക് അയ്യവകളി, അത് 7 ദിവസമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പരമ്പരാഗതമായ ഒരു ആചാരമാണത്. ശ്രീ രതീഷ് കപ്പിളിയിലും സുജിത്ത് കട്ടുപ്പാറ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അത് 7 ദിവസം നടക്കുന്നത്. മകര 28-ാം തീയതി വലിയ കുരിയോടുകൂടി അയ്യവകളി സമാപിക്കുന്നതാണ്. 9-ാം ദിവസം പൊങ്കാല ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന വഴിപാടാണ്. 9-ാം ദിവസം വെള്ളിയാഴ്ച 13/2/2026 വെള്ളിയാഴ്ച പൊങ്കാല രാവിലെ 6:30 മുതൽ ആരംഭിക്കുന്നതാണ്. തുടർന്ന് വൈകിട്ട് 11:30 ഉച്ചയ്ക്ക് 11:30 മഹാപ്രസാദ ഊട്ട്. ഈ മഹാപ്രസാദ ഊട്ടിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. 10-ാം ദിവസം ശ്രീ ഭദ്രകാളി ദേവിക്കുള്ള പ്രതിഷ്ഠാ ദിന പ്രത്യേക പൂജകളുണ്ട്. വൈകിട്ട് 3 മണിയോടുകൂടി തിരുവാറാട്ട് ആരംഭിക്കുന്നതാണ്. അത് ആറാട്ടിന് ശേഷം ഈ ടൗണ് ചുറ്റി വൈകിട്ട് 7 മണിക്ക് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്നതാണ്. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വിപുലമായ പരിപാടികളാണ്. ഈ ക്ഷേത്ര ഉത്സവവും പരിപാടികളും ഭംഗിയാക്കുവാൻ ഈ ദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളെയും ഞങ്ങൾ പുഞ്ചവയൽ ശ്രീ ചെറുവള്ളി ദേവി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉത്സവത്തിന്റെ 7 ദിവസങ്ങളിലും പരമ്പരാഗത ആചാരമായ ഐവറുകളി അരങ്ങേറും. 2-ാം ദിവസം സരസ്വതി വിലാസ മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ തിരുവാതിര നടക്കും. തുടർന്ന് ചിലങ്കധ്വനി സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ അരങ്ങേറ്റം നടക്കും. 3-ാം ദിവസം സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകവും അരങ്ങേറും. 4-ാം ദിവസം പൂഞ്ഞാർ ദേവകലയുടെ നൃത്ത നാടകമായ അല്ലിപ്പൂങ്കാവിൽ ഇന്ന് ആറാട്ട് നടക്കും. 5-ാം ദിവസം സംസ്കൃതി നാട്യകലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നൃത്തനൃത്യങ്ങളും നടക്കും. 6-ാം ദിവസം നാട്യമണ്ഡലം കഥകളി പഠനകളരിയുടെ കഥകളി നടക്കും. 7-ാം ദിവസം മുദ്ര സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസിന്റെ നൃത്തനൃത്യങ്ങളും ചിന്മയ ഗ്രൂപ്പ് പശ്ചിമയുടെ തിരുവാതിരയും വലിയ ഗുരുതിയും നടക്കും. 8-ാം ദിവസം പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റേഴ്സിന്റെ നാടകമായ ഗാന്ധി നടക്കും. 9-ാം ദിവസമായ 13-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 7-ന് പൊങ്കാലയും വൈകിട്ട് 7-ന് നാടൻപാട്ടായ കതിരോനും നടക്കും. 10-ാം ദിവസം ശ്രീ ഭദ്രകാളി ദേവി പ്രതിഷ്ഠാദിന പ്രത്യേക പൂജകളും കലശവും തിരുവാറാട്ടും നടക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു.